ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ അച്ഛനും അമ്മയും കുറേ ദിവസമായി വിളിക്കുന്നു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നാണ് കുറേ ദിവസമായിട്ട് മഴയായതുകൊണ്ട് സ്കൂളെല്ലാം ലീവല്ലേ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നൊരു ദിവസമായിട്ട് നിന്ന് നാളെ പോകാമെന്നുള്ളതിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അച്ഛനെവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛന് സുഖമില്ല കേട്ടോ, ചുമയും പനിയെല്ലാം ആയിട്ട് എനിക്ക് അസ്വസ്ഥതയാണ്. അമ്മ 1 മണിക്ക് പോകുന്നുണ്ടോ? അമ്മ എവിടെയുണ്ട്. അപ്പം അമ്മ നമ്മളെ വഴിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. കാരണം അവിടെ നായി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വടിയെല്ലാം എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നത്. കടിക്കാൻ കയറിയിട്ടുണ്ടെങ്കിലോ ഭാഗ്യം കൊണ്ട് അവിടെ നായൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വെള്ളത്തിൽ ചെയ്യാൻ പാടില്ലേ? അച്ചൂട്ടൻ വന്നപാടെ തന്നെ തോട്ടിലെ വെള്ളം നോക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് തോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ 3-4 ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് തോട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ ചെറിയെല്ലാം കെട്ടി വെച്ചുകൊണ്ട് അധികം ഇല്ല കേട്ടോ. എന്നാലും ഒഴുക്കുണ്ടായിരുന്നു, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇന്ന് നല്ല കാലാവസ്ഥ, ഇന്ന് റെഡ് അലേർട്ടാണ്. എന്നാലും നമ്മളുടെയൊക്കെ നല്ല കാലാവസ്ഥ കേട്ടോ. രാവിലെ നല്ല വെയിൽ, മഴ കാര്യമായിട്ട് പെയ്തിട്ടേ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വീട്ടിലെത്തി വെയിലത്തിട്ട് ഉണക്കി. ഇത് കുഞ്ഞിൻ്റെ സാധാരണ ഒരു കിലോന് പൈസ ഉണ്ടല്ലോ അച്ചു. അച്ചൂട്ടൻ ചോദിക്കാൻ പൈസ അത്ര ചെറിയ അടക്കം. അപ്പോൾ അങ്ങനെ അച്ചൂട്ടൻ തോട്ടിലേക്ക് പോയാൻ. തോട്ടിലെ വെള്ളത്തിന്റെ സൗണ്ടൊക്കെ ഞാനും അച്ചൂട്ടനും അവനെ വീട്ടിലിരിക്കാനേ തോട്ടില് വെള്ളമുണ്ടോ മീനുണ്ടോ എന്നെല്ലാം നോക്കണം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നോക്കൊന്നും വേണ്ട, നല്ല സൗണ്ട് ഉണ്ട് എൻ്റെ സൗണ്ട്. അപ്പം അമ്മ മോര് വാങ്ങാൻ പോകാൻ വേണ്ടി എത്തുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ടല്ലേ വെള്ളത്തിന്, നല്ല വെള്ളമുണ്ട്. അമ്മേ തൂക്കൊടുത്തിട്ടാവും നോക്കണേ. അവിടെ നായുണ്ട് നോക്കണം. അച്ഛനെ കൂട്ടിക്കോ. അമ്മ മോര് വാങ്ങാൻ വേണ്ടിട്ട് പോകാനേ ശൈലേശ്വര വീട്ടിലേക്ക്. വരണേ, ഇവിടെ വർത്താനം പറഞ്ഞിരുന്നൊക്കെയല്ല. അവരുടെ പേടയാക്കാൻ വേണ്ടിയിട്ട് ഈ അനുവിന് ഓരോ സമയത്ത് ഓരോരോ എന്താ പറയുക, ഇപ്പം എന്താ പേടയാക്കണം എന്ന് പറഞ്ഞിട്ട് ഹോർലിക്സ് അല്ല ഇവിടെ പേടയില്. ഹോർലിക്സിൻ്റെ പൊടി, പാൽപ്പൊടി, പാല്. ഇവിടെ അമ്മമ്മേരുടെ അടുത്ത് വന്നാലേ ഇതെല്ലാം നടക്കുള്ളൂ. അവിടുന്ന് ഇവരുടെ അച്ഛൻ ചീത്ത പറയട്ടോ ഓരോരോ പരീക്ഷണം നടത്തുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എങ്ങനെ പേടയാക്കുന്നത്. എവിടെ വേണം പേട? ആര്? ഞാനും അച്ഛനും കൂടെ അവിടെ സംസാരിച്ചു. എന്താ അനു ഇത് പേടയാക്കാൻ? മറ്റേ ദോശയാക്കുന്ന പാത്രത്തിൽ പേടയാക്കുന്നു. വേറെ പാത്രം ഇല്ല? ചീനച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ഇല്ല. അപ്പേൻ്റെത് കുറച്ചൊരു കുഴിയില്ലേ? ഇത് കുഴിയില്ലല്ലോ. വരുമ്പോഴത്തേക്ക് അമ്മ നല്ല പയറിനെ വറുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ, ചോറ്. അച്ഛനാണെങ്കിൽ ഇവിടെ ടി വിയും കണ്ടിട്ട് അച്ഛാ വെല്ലാട്ടം വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ അത് വെല്ലാട്ട കൈവിലല്ലോ. എന്താ കൈവിലെന്നാ? പാർട്ടീന്റെ അതെല്ലാം ചേറ് പിടിച്ചാണല്ലോ. ഇവിടെ ഇരിക്ക്. കസരാണോ? എല്ലാട്ടും വെല്ലമാമനോട് വർത്താനം പറയടാ. അവിടെ വെല്ലമാമന് വലിയ മുളക് കിട്ടിയിട്ടുണ്ട്. കൊക്കയാക്കാൻ അമ്മയുടെ മിറ്റം നിറച്ച് ആറിയിട്ടിട്ടുണ്ട്. പാവ സംസാരം. കാറ് പിടിച്ചിട്ടുണ്ട്. അമ്മ മോരും വാങ്ങിയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ആടെ എങ്ങനെ വെള്ളം പറഞ്ഞു? നമുക്ക് പേട എന്തായി നോക്കട്ടെ. നല്ലൊരു കരിഞ്ഞ മണം. ഇതൊന്നാണ് കരിമ്പേടയാ. ഇത് ഹോർലിക്സ് എല്ലാം ഇട്ടിട്ടാന്ന് തോന്നുന്നത് കളർ. സത്യം പറയാലോ, വെറുതെ പാലും ഇതെല്ലാം വേസ്റ്റ് ആക്കിയ പോലെ എനിക്ക് തോന്നുന്നു. ഇതാ നോക്കിയേ, എന്താ ആക്കി വെക്കും നോക്കി. ഇത് ഇവനെ കൊണ്ട് ഞാൻ തീറ്റിക്കും. എന്താ എന്തുകൊണ്ട് ഇതിങ്ങനെയാണെന്നറിയാം? പഞ്ചസാര ഓവറായതുകൊണ്ട്.
പഞ്ചസാര 1 സ്പൂൺ ഇടാൻ പറ്റുള്ളൂ. ഒരു ഗ്ലാസ് എടുക്ക അച്ഛനെ കൊണ്ട്. അച്ഛൻ ഇതെല്ലാം കണ്ടെന്നാ തോന്നുന്നു. എന്തെങ്കിലും ആക്കട്ടെ, നീ നോക്കണ്ട. വേണ്ട, എത്രയാ നെയ്യ്? കുറച്ചൊന്നും വാങ്ങിയ നെയ്യാണ്. ഫുള്ള് ഈ അവസ്ഥയിലാക്കി. എന്താ കണ്ട, ഇത് പേട. ടേസ്റ്റ് ഒന്നുമില്ല, ഇത് പേടാന്ന് പറയാൻ എനിക്ക് തോന്നില്ല. നല്ല ചൂടുണ്ടേ, നോക്കണേ. കൈക്കാക്കാൻ കഴിയില്ല കൊണ്ടിങ്ങനെ വരും. ഇത് പായസം പോലെ ഉണ്ടല്ലോ. അരിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിലും മറ്റേ പാലിൽ കലക്കി കുടിക്കായിരുന്നു. ഈ അമ്മയുടെ പോയത് ഇത് ഇത്ര സമയമായിട്ട്. നല്ല ചളിയും വെള്ളവും. നല്ല വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്, ഇതുവരെ കാണുന്നില്ല. അമ്മ പറയുന്നേട്ടാ, അച്ഛൻ പറയുന്നേട്ടാ, പാരദൂഷണം പറയുന്നുണ്ടാവും. ഇതെല്ലാം അമ്മയുടെ ചെടിത്തോട്ടത്തിലെല്ലാം കാട് കയറി. പനിക്കൂർക്കുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. തുളസി. ഇതെന്ത് ചെടിയാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ചെടിയാണോ കാടാണോ എന്നറിയില്ല. നല്ല മുള്ളുണ്ട് കേട്ടോ ഇതിന്. നമുക്ക് രേഷ്മ എടുക്കണം. അപ്പോൾ ഞാൻ സൗദമ്മേരെ വീട്ടിൽ പോയിട്ട് നേരെ തിരിച്ച് അമ്മ മോരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കട്ടെ. അമ്മേ, ഇവിടുത്തെ മോര് കാണിച്ചേ. ഇവരെ കൊണ്ട് ഇതാ എടുക്കുന്ന പണി നോക്കിയാ കാണുന്നില്ലേ. അപ്പം അമ്മ നല്ല മോര് കൊണ്ടുവന്നിട്ടുണ്ട്. മോര് തുറന്ന് നോക്കട്ടെ. നല്ല വെണ്ണ പൊങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മോരും കൂട്ടിയിട്ട് ഇന്നത്തെ ചോറ് കേട്ടോ. ഞാൻ ചോറുണ്ടാൻ പോവുകയാണ്. ഇതെല്ലാ പച്ചക്കറിയും കൂടെ കട്ട് ചെയ്തിട്ട് ആക്കി കറിയാണ്. ചെറുനാരങ്ങ ഉപ്പിലിട്ടത്, പയറ് വറവ്, നല്ല മോരും കാന്താരി മുളകും. ഉച്ചക്ക് ചോറ് തിന്നാണ്ട് ഒരാൾ മിക്സർ പൊളിച്ച് കഴിക്കുക. രണ്ടാമത്തെ ആളെ നേരത്തെ കാണിച്ചു. ഇവിടെ ഒരാൾ സമാധാനം തരുന്നില്ല. തോട്ട് പോവാ. ചെരുപ്പിട്ടാ വെള്ളത്തിലിറങ്ങല്ലാന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ വെള്ളത്തിലിറങ്ങുന്നു അച്ചു പറയും. ചോണനൂറും പെട്ടെന്നാണ് മറ്റേ ഇത് മലവെള്ളം വരുവാ. തോട്ടിലിറങ്ങണ്ട. കാണിച്ചേ നിന്റെ ട്രാപ്പ് കാണിച്ചേ. വേണ്ട, എൻ്റെ അമ്മ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാൻ വാങ്ങി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച കുപ്പിയാണ്. അത് ഇവൻ മുറിച്ച് കഷ്ണാക്കി അതിൽ മീന് വേണ്ട ഇരയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഒഴുക്ക് കണ്ടിട്ട് മീൻ കിട്ടും തോന്നില്ല. മീനില്ലെങ്കിൽ പിടിക്കണ്ട. വേഗം പിടിക്ക്. അത് ഒഴുകിപ്പോവും നിന്റെ ട്രാപ്പ്. നോക്കെന്നാലും ഞാൻ ഇവിടെ നോക്കാം. നീ ഇട്. ആരും നീ ഒഴുകൂല എന്തായിട്ടും. നീ എന്തായിട്ടും ഒഴുകൂല. ഞാൻ ഇവിടെ ഇരിക്കാം. പാമ്പ് അച്ചൂട്ടിനെ കണ്ടോ? എന്താ നോക്കിട്ട് ഓൻ ഒഴുകി പോകുന്നുണ്ടോ നോക്കിട്ട് ചെരുപ്പ് കറക്ക ഇറങ്ങ്. ചെരുപ്പ് ഇട വെക്ക്. ചെരുപ്പൂരി വെക്ക്. എന്നാ പിന്നെ ഇറങ്ങണ്ട. വാ തിരിച്ചോ. എന്നാ പിന്നെ ഇറങ്ങി പിടിച്ചു.
കണ്ട ഇവൻ്റെ പേടി കണ്ട ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തോട്ടുനിന്നാണ് മഴ സമയത്ത് നമുക്കിവിടെ തോട്ടിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ മഴ തീരുന്നവരെപ്പോൾ ഇവിടെ വന്നാലും ഈ വെള്ളത്തിന് ആർമാദിക്കണം. ഞാൻ ഇറങ്ങുന്നില്ല നാനി. നീ ആ സൈഡിൽ ഇറങ്ങിയിട്ട് അപ്പം ടാപ്പ് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കല്ലും വെച്ചിട്ട് വാ. വെള്ളം കുറച്ചേ ഇല്ലേ, ഇത്രയില്ലേ വെള്ളം. മുകളിലെല്ലാം ഇങ്ങനെ കല്ലിട്ട് ചിറക് കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വെള്ളം ഇതിനെക്കാട്ടും വെള്ളം ഉണ്ടാവും. മുകളിൽ കല്ലെല്ലാം കെട്ടിയിട്ട് അവിടെ വെള്ളം പിടിച്ച് നിർത്തി. അതുകൊണ്ട് നമുക്കിവിടെ വെള്ളം കുറവാണ്. കുറച്ചേ വെള്ളമില്ല. അച്ഛൻ നനയുന്നതായിട്ട് പേടിച്ചിട്ട്. മീനില്ല അച്ചൂട്ടാ. മീനില്ലടാ. എന്ത് വഴി? ആ തോർത്തിന്റെ അപ്പുറത്തായിട്ട് ആരും പിടിക്കുവോ? ഞാൻ പിടിക്കൂല. ഞാൻ പിടിക്കൂല. അമേനെ വിളിക്കാം. അമയുണ്ട്, വരും, നാളെ വരും. മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റിലും തരാം. കിട്ടിയാ? എടാ ഈ കപ്പിനെ കൊണ്ട് ആരെങ്കിലും മീനെ പിടിക്കുവാ? നടക്കുന്ന കാര്യം വല്ലതും ചെയ്യാ ചൂട്ടാ. എനിക്ക് ചെയ്യണ്ടാവാ, നമുക്ക് മീനെ പിടിക്കണ്ട. ഞാനിപ്പോ എണീച്ച് പോവാ, എനക്ക് മഴ മതിയായി. എന്റെ പണിയുണ്ടോ? മീൻ പിടിക്കാനുള്ള ധൈര്യമില്ല. അതിലിറങ്ങാനും അവന് പേടിയാണ്. എന്താവൂലെന്ന് ഞാൻ പോന്നു. അമ്മമ്മ ഇപ്പൊ കളമ്പും. അമ്മമ്മ ഇപ്പൊ ചീത്ത വിളിക്കും. വേഗം വന്നു. എന്തൊന്ന് വെള്ളത്തിൽ കളിക്കുന്നതായിട്ട് എല്ലായിടത്തും പനിയാണ്. എന്താ ടാപ്പ കരിൻ്റെ അടുത്ത് ഇറുക്കി വെച്ചു കള്ള. എന്നാ വാ, നമ്മൾ അച്ചൂട്ട മീനും പിടിക്കാൻ നോക്കി അച്ഛൻ്റെ ട്രാപ്പിൽ മീൻ കൊടുങ്ങോട്ടായിരിക്കും. ഞാൻ എല്ലാം സൂം ചെയ്ത് കാണിച്ചു തരാം. വേണ്ട ട്രാപ്പിലേക്ക് മീൻ കണ്ട ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അച്ഛൻ്റെ ട്രാപ്പിൽ മീനെ കുടുങ്ങി. എടാ അതിന് പിടിക്കൂലടാ. കുളിക്കാൻ സ്ഥലാ നാക്ക് ചിറകെട്ട്. ഞാനെടുത്ത് തന്നെ ഇരിക്കും. ഞാൻ മാറണം പോയി. എന്തായത് കഥ? എടാ കുഞ്ഞിന്റെ മേത്ത് വെള്ളാവൂടാ. ചിറകെട്ടാൻ വേണ്ടി കല്ല് ഒഴുകിപ്പോയി. വേഗം പോയി പിടിച്ചോ. വേഗം പോയി പിടിക്കും. ഇവിടെ ചിറകെട്ടിട്ട് കുറച്ച് വെള്ളം കിടന്ന. ആ അടക്ക്. അതെങ്ങനെ പൊന്താനാ? അത് അനുവിനെ അച്ഛ പേടിപ്പിക്കുന്നു. ഇപ്പൊ അമ്മമ്മ വരും രണ്ടിന്. ഡ്രസ് നടക്കല്ല, കല്ലുരുട്ടുകയാണ്. ഇവിടെ അലക്കാൻ വേണ്ടിട്ട് പോയനെ. കെട്ടിട്ട് വെള്ളം നിർത്തിക്കാനല്ലേ മൂന്നാളും വർക്കിലാന്ന് കേട്ടാ. ചിറ കെട്ടുന്ന വർക്കിലാണ്. അപ്പൊ ഞാനൊരു അധികം കണ്ട നല്ല കാറ്റുണ്ട്. രേഷു രേഷ്മ നടന്ന് ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ടതാ.
നല്ല സൂചിയൊക്കെ ഇങ്ങനെ സൂം ചെയ്തിട്ട് കേട്ടാ. ഒരുപാട് പ്രാവശ്യം യേശു വിളിച്ചിട്ട് ഓള് കേൾക്കുന്നില്ല. എന്തോ കാര്യമായിട്ട് പണിയെടുക്കുന്നു. ഇവിടെയാണെങ്കിൽ അതിനേക്കാട്ടിലും വലിയ പണിയാണ്. അനു ഞാൻ പോന്നേ. എന്തിന്? ഇല്ല ഇല്ല, ഓനിപ്പോ കോഴിക്കാർ ട്രൗസർ എടുത്ത് കൊടുക്കണം പോയി. മീനെ കാണിച്ചു ഇതാ ട്രാപ്പിൽ ഒറ്റ മീൻ വരും. മതി, ഞാൻ പോന്നു. അച്ഛന് കുളിക്കാൻ തിന്നു. വേണ്ട വേണ്ട, വേറെ കുളിച്ചാൽ മതി. കുളിക്കാം ഇപ്പൊ കുളിക്കണ്ട. ഞാൻ പോന്നു അച്ഛൻ്റെ അടുത്തേക്ക്. ഇപ്പം രണ്ടാളും കൂടെ തോട്ടിൽ നിന്ന് കളിക്കുന്നു. ഞാൻ ഏതായാലും മതിയാക്കി. കുറേ സമയം വെയിറ്റ് ചെയ്തു കേട്ടോ അവരെ. നാളെ ചിലപ്പോൾ കുക്ക് വരും. അപ്പോൾ അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ കുക്ക് വന്നിട്ട് വേണം കുറേ ഷോർട്സൊക്കെ എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കി ഭാഗമൊക്കെ നാളെ എടുക്കാം കേട്ടോ.